അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കോഡിംഗ് ഡീകോഡിംഗ് എന്ന ഏരിയ ആണ്. അപ്പം അധികം മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഈ ഏരിയസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിന്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിച്ചു തരാവേ. A to Z എന്ന് പറഞ്ഞാൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എക്സാമിന് പോയിട്ട് ഇങ്ങനെ കയ്യിൽ എണ്ണാൻ നമുക്ക് സമയം പോകും. അപ്പം ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. EJOTY 5, 10, 15, 20, 25 എന്ന് ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. ABCC = 75, അങ്ങനെയാണ് DEF എത്ര എന്ന് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ നമുക്ക് എങ്ങനെ നോക്കിയിട്ടും ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് 1 + 2 + 3 = എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പൊ ആ 6ഉം ഈ 75 ഒരു ബന്ധമില്ല. അപ്പൊ നമ്മൾ തിരിച്ച് റിവേഴ്സ് ചിന്തിച്ച് നോക്കുക. Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 ആണ്. ആണേ. Y എന്ന് പറഞ്ഞാൽ 25 ആണ്. X എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? 75 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ DEF എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇത് A ആണെങ്കിൽ ഇത് B, ഇത് C, ഇത് D, ഇത് E, ഇത് F. അപ്പം DEF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U + V + W. അപ്പൊ U എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 21, ഇത് 22, ഇത് 23. അപ്പൊ 21 + 22 + 23 നമുക്ക് എത്ര ആയിരിക്കും ആൻസർ കിട്ടുന്നത്? 66. അപ്പം കൺക്ലൂഷൻ ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് വരാം. 1, 2, 3, 4 ഇങ്ങനെ തന്നെ അല്ല. ഇസഡിനെ അവരെന്തായിരിക്കും? A ആയിട്ടും B ആയിട്ടും C ആയിട്ടും എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ പാനിക് ആവാതെ ചെയ്താൽ മതി. ഡു വെൽ, ബെസ്റ്റ് ഓഫ് ലക്ക്.